ഞാൻ 2-3 ദിവസം മുമ്പേ ഈ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് ഞങ്ങൾ ഈ അടുത്ത 100 ദിവസം ഈ മിഷൻ 2026 അസംബ്ലി ഇലക്ഷൻ്റെ ഭാഗമായി 3 കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. NDA ഒന്ന്, വികസിത കേരളം, അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, തൊഴിൽ അവസരങ്ങൾ, അതിനെക്കുറിച്ച് നന്നായി ചർച്ച ചെയ്യും. അതിൻ്റെ ഒപ്പം വിശ്വാസ സംരക്ഷണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ഇവിടുത്തെ LDFും UDFും ചെയ്യുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. പിന്നെ മൂന്നാമത്തത്, ഈ നാട്ടിൽ കോൺഗ്രസും ജമാഅത്തും മുസ്ലിം ലീഗും കൊണ്ടുവരുന്ന അപകട രാഷ്ട്രീയം. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ അടുത്ത 100 ദിവസം ഈ അസംബ്ലി ഇലക്ഷൻ്റെ ഭാഗമായി നാടിൻ്റെ ഭാവി തീരുമാനിക്കുന്ന 3 കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് NDAൻ്റെ മുതിർന്ന നേതാക്കന്മാരും എല്ലാവരും ഇവിടെ ഒപ്പം ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശബരിമല കൊള്ള, വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇവിടെ നടന്ന ശബരിമല കൊള്ളയെക്കുറിച്ച് 2-3 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടു കേട്ടു, ശബരിമല തന്ത്രിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് ഞങ്ങൾ പഠിച്ചു. അതെല്ലാം വായിക്കുമ്പോഴും പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ്, ഞങ്ങൾക്കൊരു സംശയം, ഈ തന്ത്രിൻ്റെ അറസ്റ്റ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണോ CPMൻ്റെയും കോൺഗ്രസിൻ്റെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ, അതിനു മുമ്പ് കോൺഗ്രസ് മന്ത്രിമാരെ സംരക്ഷിക്കാനാണെന്നൊരു സംശയം. കാരണം ഉത്തരവാദിത്വം ആരുടെയാണ്? അമ്പലത്തിൻ്റെ സ്വർണം, ശബരിമലേൻ്റെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായി അതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിൻ്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിൻ്റെ അല്ലേ? അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്, ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPMും കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. ആദ്യം മുതൽ CPMൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വീഴ്ചയാണ്. അന്നു മുതൽ ഇന്ന് കാണുന്നത് എന്താണ്? രാഷ്ട്രീയക്കാരെല്ലാം സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫേർട്ട്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് SIT, അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോം മിനിസ്റ്റർ. ആ ഹോം മിനിസ്റ്റർ ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ, ശബരിമല കൊള്ളയുടെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. ആ പോസ്റ്റർ ഒന്ന് ഞങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഈ കുറുവ സംഘം ആണ് പോറ്റീൻ്റെ പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും LDFൻ്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും. അപ്പോൾ CPM കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളേൻ്റെ പിന്നിൽ. അപ്പോൾ ഇതിൻ്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. ഇനി തന്ത്രി എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, റിമാൻഡിൽ എന്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് 2 വാക്ക് ആരാ പറയാൻ പോകുന്നത്? കേസ് പറയാൻ പോകുന്നില്ല. അതിനെക്കുറിച്ച് കേസ് സംസാരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസും CPM 2 പേരും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് 14-ാം തീയതി മകരവിളക്ക്
ആ ദിനം BJP NDA ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് MT രമേശ് ആദ്യം സൂചിപ്പിച്ചാണ്, ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി 14-ാം തീയതി മുതൽ ഒരു ശക്തമായ NDAൻ്റെ ഒരു പ്രോഗ്രാം. ഇതിൻ്റെ പിന്നിൽ ആരാണ്, അവരെല്ലാം എക്സ്പോസ് ചെയ്യാൻ ഞങ്ങളൊരു പ്രതിഷേധം, ഞങ്ങളൊരു സമരം നടക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി 2 വാക്ക് കെ സുരേന്ദ്രൻജി സംസാരിക്കും. അല്ല, അത് അന്ന് തുടങ്ങും.